പ്രവാചകൻ്റെ ജീവിതത്തിൽ തന്നെയുണ്ടായ പ്രവാചകത്വത്തിന് മുമ്പുള്ള മറ്റൊരു സംഭവമാണ് പ്രവാചകൻ സ്വപ്നങ്ങൾ കാണുന്നത് അതേപടി പുലരുക എന്നത്. അത് പ്രവാചകത്വത്തിൻ്റെ ഒരു അടയാളമായിരുന്നു, പ്രവാചകത്വത്തിൻ്റെ ഒരു അംശങ്ങളിൽ ഒന്നായിരുന്നു അത്. പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു മുഅ്മിൻ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത് നുബുവത്തിൻ്റെ 46 അംശങ്ങളിൽ നിന്നൊരു അംശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മുഅ്മിൻ, നല്ല സത്യവിശ്വാസിയായ സദ്വൃത്തനായ ഒരു മുഅ്മിനിൻ്റെ സ്വപ്നം അത് നുബുവത്തിൻ്റെ 46 അംശങ്ങളിൽ നിന്നൊരു അംശമാണ്. അഥവാ സ്വപ്നങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പല അറിവുകളും ലഭിക്കാനുള്ളൊരു മാർഗം കൂടിയാണ് എന്ന്, ചില നല്ല കാര്യങ്ങളിലേക്കുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഉണ്ടായത്, പ്രവാചകത്വം ലഭിക്കുന്നതിനൊരു മാസങ്ങൾക്ക് മുമ്പ്, ഒരു 6 മാസം, ഒരു വർഷത്തിനിടയിൽ തന്നെ പ്രവാചകൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ അതേപടി പുലരുക. ഹദീസിൽ അതിനെ വിശദീകരിച്ചത് മിസ്ല ഫലഖി സുബ്ഹ്, രാവിലെ പ്രഭാതം പൊട്ടിവിടരുന്നത് പോലെ വളരെ വ്യക്തമായി പ്രവാചകൻ രാത്രി കാണുന്ന സ്വപ്നങ്ങൾ രാവിലെ അത് അതേപടി സംഭവിക്കുന്നതായി കാണുക. അത് പ്രവാചകത്വത്തിലേക്ക് അടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായ ഒരു കാര്യമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ അത് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള തോന്നൽ വളരെ ശക്തമായി വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകിച്ച് റമദാനിൽ, അനുഭവത്തിൽ ലഭിക്കുന്നതിന് മുമ്പുള്ള വർഷങ്ങളിൽ പ്രത്യേകിച്ച് റമദാനിൽ ഹിറാ ഗുഹയിൽ പോയി ഇരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിച്ച പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപുള്ള ഒരു കാര്യമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ താല്പര്യം, അതിശക്തമായ ആഗ്രഹം അവിടെ പോയിരിക്കുക. ഭക്ഷണം തയ്യാറാക്കുന്നു, പോയിരിക്കുന്നു, ഭക്ഷണം കഴിയുമ്പോൾ വീണ്ടും വരുന്നു, ഭക്ഷണം എടുക്കുന്നു, ഭക്ഷണം തയ്യാറാക്കി വാങ്ങുന്നു, പിന്നെയും പോയി അവിടെ ഹിറാ ഗുഹയിൽ ഇരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ മുറ പോലെ സംഭവിച്ചു കൊണ്ടിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, അവ്വലുമാ ബുദിഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ വഹ്യി, വഹ്യിൻ്റെ തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹ്യിനൊരു ആരംഭം എന്ന് പറയാവുന്ന രൂപത്തിൽ ആദ്യം ഉണ്ടായത് സ്വപ്നങ്ങളാണ്. ഒരു വഹ്യ്, അതിനൊരു അംശം എന്ന നിലയിൽ, ഒരു തുടക്കം എന്ന നിലയിൽ ആദ്യം ഉണ്ടായത് സ്വപ്നങ്ങളാണ്. അർ-റുഅ്യ അസ്-സാദിഖത്ത് ഫിൻ-നൗം, ഉറക്കത്തിൽ ഉണ്ടാകുന്ന സത്യസന്ധമായ സ്വപ്നങ്ങൾ. ഫകാന ലാ യറാ റുഅ്യ ഇല്ലാ ജാഅത് മിസ്ല ഫലഖി സുബ്ഹ്, പ്രവാചകൻ ഏത് സ്വപ്നം കണ്ടോ അതൊക്കെ പ്രഭാതം പൊട്ടിവിടരുന്നത് പോലെ അത്രത്തോളം വ്യക്തമായി, വളരെ വ്യക്തമായി തന്നെ അത് പിന്നീട് സംഭവിക്കുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. പിന്നെ സുമ്മ ഹുബ്ബിബ ഇലൈഹിൽ ഖലാ, ഈ ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞതിനൊക്കെ ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണ് ഒറ്റയ്ക്കിരിക്കുക എന്നത് തോന്നൽ അതിശക്തമായി വരുന്നത് എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പിൽക്കാലത്ത് ഉദ്ധരിക്കുകയാണ്. ഹിറാ ഗുഹയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റയ്ക്കിരുന്നതായി ഉള്ളൊരു സ്ഥലമായി നമുക്ക് ഉദ്ധരിക്കപ്പെട്ടതായി കാണാൻ കഴിയും. ഹിറാ ഗുഹ എന്ന് പറയുന്നത് നൂർ പർവ്വതത്തിലാണുള്ളത്. മക്കയിൽ നിന്ന്, ഹറമിൽ നിന്ന് ഏകദേശം 2 മൈൽ ദൂരം, 2-3 മൈൽ ദൂരത്തിന് ഉള്ളിലാണ് ജബലുൻ നൂർ, നൂർ പർവ്വതത്തിലുള്ള ഹിറാ ഗുഹ. പിന്നെ പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപ് പ്രവാചകൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ മറ്റൊരു സംഭവമായിരുന്നു മരങ്ങളും കല്ലുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാം പറയുക എന്നത്. അത് പ്രവാചകനായതിനു ശേഷമല്ല ഉണ്ടായത്, പ്രവാചകത്വത്തിന് മുൻപാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോകും, പുറകിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കും. ചിലപ്പോൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന ഒരു സലാം തന്നെയായിരിക്കും കേൾക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കും, അപ്പോൾ ഏതെങ്കിലും മരമോ അല്ലെങ്കിൽ ഏതെങ്കിലും കല്ലോ മാത്രമേ കാണുകയുള്ളൂ. പ്രവാചകൻ വീണ്ടും അങ്ങനെ നടന്നു പോകും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കല്ലുകളെ പ്രവാചകൻ അങ്ങനെ അറിയാമായിരുന്നു എന്ന് തന്നെ അറിയാം. ചില പ്രത്യേക കല്ലുകളെ, പ്രവാചകന് സലാം പറഞ്ഞിരുന്ന കല്ലുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില നോട്ട് ചെയ്ത് വെച്ചിരുന്ന കല്ലുകളെ നമുക്ക് കാണാൻ കഴിയും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, ഇന്നി ലഅരിഫു ഹജറൻ ബിമക്ക, എനിക്ക് മക്കയിലെ ഒരു കല്ലിനെ അറിയാം. പ്രവാചകനായതിനു ശേഷം പറയുകയാണ്, കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബാസ്, എനിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപേ എനിക്ക് സലാം പറഞ്ഞിരുന്ന ഒരു കല്ല്. ഇന്നി ലഅരിഫുൽ ആൻ, ഇപ്പോഴും എനിക്കതിനെ അറിയാം, എനിക്കതിനെ ഓർമ്മയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രവാചകത്തിന് മുൻപുണ്ടായ ചില സവിശേഷമായ ചില കാര്യങ്ങളാണ് ഇതുവരെ സൂചിപ്പിച്ചത്. ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങളാണ് പ്രധാനമായും സീറ ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി കാണാൻ കഴിയുക. ഇവിടെ ഒരു മസ്അല, ഒരു
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം കൂടി ഓർമ്മപ്പെടുത്താം. അതെന്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തിന് മുൻപുണ്ടായ സംഭവങ്ങളെ നമ്മൾ എങ്ങനെ കാണണം എന്നാണ്. ആ മുൻപുണ്ടായ പ്രവാചകനാകുന്നതിന് മുൻപുണ്ടായ ചെയ്ത ചില കാര്യങ്ങൾ, നടന്ന ചില സംഭവങ്ങൾ, അതിൻ്റെ സുന്നത്തായി നമുക്ക് ഗണിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അത് പിന്തുടരണം എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും നന്നായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെക്കുറിച്ച് തൻ്റെ ഫതാവ സമാഹാരത്തിൽ മജ്മൂഉൽ ഫതാവയിൽ അദ്ദേഹം വിശദീകരിക്കുന്നതായി കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത് അതൊരിക്കലും ഒരു വിശ്വാസിക്ക് പിന്തുടരാനുള്ള ഒരു കാരണമല്ല എന്നാണ്. ഇതിങ്ങനെ പറയാനുള്ള കാരണം, ചരിത്രകാരന്മാരും ഹദീസ് പണ്ഡിതന്മാരും പ്രവാചകന് മുൻപുള്ള ഈ ഒരു കാര്യങ്ങളെയും സുന്നത്ത് എന്ന ഗണത്തിലാണ് പെടുത്തുക. ഏത് സുന്നത്ത്? സുന്നത്ത് എന്ന് പറയുന്നത് ചര്യ, പ്രവാചകനിൽ ഉദ്ധരിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിൽ, അതല്ലാതെ ചെയ്താൽ പ്രതിഫലമുണ്ട് എന്ന അർത്ഥത്തിലുള്ള സുന്നത്തല്ല. അപ്പോൾ അവരാ രൂപത്തിൽ പറഞ്ഞു പോകുമ്പോൾ ഇത് മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പിന്തുടരപ്പെടേണ്ടതാണ് എന്നൊരു ചിന്ത അയാളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി തന്നെ നമ്മളെ പഠിപ്പിച്ചു തരികയുണ്ടായി. പ്രവാചകത്വത്തിന് മുൻപുണ്ടായ സംഭവങ്ങൾ ലാ തുസ്കറു ലിൽ അഖ്ദി വത്തശ്രീഅ, ഒരു ശരീഅത്തായി മനസ്സിലാക്കാൻ, അതിൽ നിന്ന് ശരീഅത്തിൽ ഉണ്ടായ ഒരു കാര്യമാണ്, ഒരു നിയമമാണ്, അതൊരു സുന്നത്താണ്, അതൊരു വാജിബാണ്, അത് ചെയ്യേണ്ടതാണ്, ചെയ്താൽ കൂലിയുള്ളതാണ് എന്ന് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടുള്ളതല്ല. കഫിഅലിഹി ബഅദൻ നുബുവ്വ, നുബുവത്തിന് ശേഷമുള്ള സംഭവങ്ങളെ നമ്മൾ കാണുന്നത് പോലെ അതിനെ കാണാൻ പാടുള്ളതല്ല. അദ്ദേഹം ഉദാഹരണമായി പറയുകയുണ്ടായി, അന്നത്തെ കാലത്ത് ചില ആളുകൾ തെളിവ് പിടിച്ചിരുന്ന ചില സംഭവങ്ങൾ. ഉദാഹരണത്തിന് സൂഫികളായ ചില ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ പോയി ഇരുന്നതിനെ ഒരു ധ്യാനത്തിൽ ഏർപ്പെടാം. ഇന്നത്തെ കാലത്ത് സത്യം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ഒറ്റപ്പെട്ട ഗുഹകളിലോ മറ്റോ പോയി ഒരു ധ്യാനത്തിൽ ഏർപ്പെടുക, ഈ ഹിന്ദു സന്യാസിമാർ തപസ്സിൽ ഏർപ്പെടുന്നത് പോലെ ഏതെങ്കിലും ഒരു അഭ്യാസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യോഗമുറയോ അതുപോലുള്ള കാര്യങ്ങൾ അഭ്യസിച്ചുകൊണ്ട് ശാരീരികമായോ കായികമായോ എന്തെങ്കിലും പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ട് ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി ഒറ്റയ്ക്കിരിക്കുക, അവിടെ ഇങ്ങനെ ഏതെങ്കിലും മന്ത്രങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉച്ചരിച്ചുകൊണ്ടൊരു ധ്യാനം പോലെ കൂടുക എന്നത് ചില ആളുകൾ, അന്നത്തെ കാലത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അതിന് ചില ആളുകൾ ഇതിനെ തെളിവെടുക്കാറുണ്ട്. അത് ചെയ്യാൻ പാടുള്ളതല്ല എന്ന് അദ്ദേഹം വളരെ വിശദമായി തന്നെ ഈ സംഭവം പറഞ്ഞു, ഈ ഒരു മസ്അല ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നതായി കാണാൻ കഴിയും. നുബുവത്തിന് ശേഷമുള്ള കാര്യങ്ങളിലാണ് നമ്മൾ അത്തരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിച്ചിരുന്ന കാലത്ത് ആ പ്രവാചകത്വത്തിന് മുൻപ് ഹിറാ ഗുഹയിൽ പോയിട്ടുണ്ട് എങ്കിലും പ്രവാചകനായതിനു ശേഷം ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ പോവുകയോ അവിടെ ഒരു പുണ്യസ്ഥലമായി ഗണിക്കുകയോ ആ സ്ഥലത്ത് വീണ്ടും പോയി ഒറ്റയ്ക്കിരുന്ന് ധ്യാനത്തിൽ ഏർപ്പെടുകയോ അങ്ങനെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കാണാൻ കഴിയില്ല. പ്രവാചകൻ്റെ സ്വഹാബികളിൽ നിന്നും അത്തരത്തിലൊരു കാര്യം, ഒരു നന്മ എന്ന നിലയിൽ പ്രവാചകനെ പിന്തുടരുക എന്ന നിലയിൽ പിൽക്കാലത്ത് ആരെങ്കിലും ഹിറാ ഗുഹയിൽ പോയി ഇരുന്നതായോ ഹിറാ ഗുഹയ്ക്ക് എന്തെങ്കിലും ഒരു പുണ്യമുണ്ട് എന്ന് കൽപ്പിച്ചതായോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം തൻ്റെ ഈ വാചകങ്ങൾ അവസാനിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നത്.